Artificial love, we just make it up, cause reality will never be. ഹേ ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ പിന്നെയും വന്നിരിക്കുകയാണ് ഒരു പുതിയ വീഡിയോ ആയിട്ട്. ഇന്ന് നമ്മൾ യോമി തന്നെയാണ് വന്നിരിക്കുന്നത്. ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ ചെറിയൊരു വിസിറ്റിംഗ് ആണ്. കാരണം നിങ്ങളെ സെർവർ കഴിഞ്ഞ വീഡിയോ ഞാൻ കുറച്ചായി കാണിച്ചായിരുന്നു. എന്നാലും ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് കുറച്ച് നാളായതുകൊണ്ട് തന്നെ നമ്മൾ ഈ സെർവറിലുള്ള എല്ലാ പ്ലേസിൻ്റെയും ബേസ് ഒന്ന് വിസിറ്റ് ചെയ്യാൻ പോവുകയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെടുവാൻ നമുക്ക് എൻ്റെ ഒരു പാർട്ട് 2 ആയിട്ട് സെറ്റ് ചെയ്യാം. ബാക്കിയുള്ള പ്ലേസിൻ്റെയും കൂടെ ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു എല്ലാ പ്ലേസിൻ്റെയും കൂടെ ഈ വീഡിയോയ്ക്ക് അത് ചെയ്യാൻ പറ്റത്തില്ലായിരിക്കും. പാർട്ട് 2 പോലെ വേണമെങ്കിൽ നമുക്ക് അപ്ലോഡ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ ചോദിക്കും എൻ്റെ ബേസ് എന്ത് ചെയ്യുന്നത്, എൻ്റെ ബേസ് അടുത്ത വീഡിയോ കാണിക്കാം. ഓൺ പ്രോഗ്രസ് ആണ്, അന്ന് തൊട്ടുള്ള പണിയാണ്, ഇന്നുവരെ തീർന്നിട്ടില്ല. കാരണം ഒത്തിരി ഡിസ്ട്രാക്ഷൻസ് ഒക്കെ വെച്ചിട്ടാണ് ഈ വീട് പണി നടക്കുന്നത്. അപ്പം നമുക്ക് എന്തായാലും ലാഗ് അടിപ്പിക്കാതെ നേരെ വീട്ടിലോട്ട് പോകും. ഇപ്പോൾ എന്തായാലും നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ടീമേറ്റ് ആയിട്ടുള്ള ഹരിബ്രോയുടെ വീട്ടിൽ തന്നെ ആദ്യം പോയി തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഇവിടെ പോകുന്നതൊന്നും നിങ്ങളെ കാണിക്കുന്നില്ല, അവിടെ എത്തിയിട്ട് നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ ഹരിബ്രോയുടെ ബേസ് ഇതാ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ പുള്ളിക്കാരൻ എന്തൊക്കെയോ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇവിടെ മാർക്കൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്, എന്തോ സംഭവം ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ജസ്റ്റ് ഒന്ന് പോയി നോക്കി നോക്കി. ഇവിടെ ബ്രോ ഓൺലൈൻ ആണെന്ന് അറിയാൻ വയ്യ, എന്നാലും ഇവിടെ നോക്കിയാൽ ഇവിടെ എന്തൊക്കെയോ പരിപാടിയിലാണ് കേട്ടോ, വൻ സംഭവങ്ങളിലാണ്, ഗ്രൈൻഡിലാണ് ഭയങ്കര. ഇവിടെ എന്തൊക്കെയോ കുടിയൊക്കെ അടയ്ക്കുന്നുണ്ട്, എന്തോ പരിപാടിയാണെന്ന് അറിയാൻ വയ്യ. എന്തെങ്കിലുമൊക്കെ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. എന്തോ മെഗാ ബിൽഡാണ്, എന്തോ ഇത്രയും സ്ഥലത്ത് എന്തായാലും എന്തോ മെഗാ ബിൽഡ് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് പിന്നെ പുള്ളിക്കാരൻ്റെ വീട് നിങ്ങളെ കഴിഞ്ഞ വീഡിയോ ഞാൻ കാണിച്ചില്ലായിരുന്നു. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ബ്ലർ ചെയ്താണ് കാണിച്ചിരുന്നത്. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞത് ലൈവ് കാണിച്ചെന്നൊക്കെ. ഇവിടെ കുറച്ച് ബെറിയൊക്കെ നിൽപ്പുണ്ട്. അപ്പോൾ പുള്ളിക്കാരൻ്റെ വീടൊക്കെ ഇന്ന് നമുക്ക് കാണണം. പിന്നെ ഇത് കഴിഞ്ഞ് കുറേ വേറെ ആൾക്കാരുടെ വീട്ടിലൂടെ നമുക്ക് പോകേണ്ടതാണ്. ഈ ബെറിയൊക്കെ ഇവിടെ നട്ടുവച്ചേക്കുന്നതെന്ന് തോന്നുന്നു. ഇവിടെ പുള്ളിക്കാരൻ്റെ വീട് കാണാം, അത്യാവശ്യം നല്ലൊരു വലിയ വീടാണ്. പിന്നെ ഇവിടെ പറയാനായിട്ട് ഇവിടെ ഒരു വലിയ വീട്, ഒരു മാൻഷൻ പോലത്തെ ഒരു വീട്. പിന്നെ അവിടെ എന്തോ മോബ് ഫാം ആണെന്നോ അയൺ ഫാം ആണെന്നോ അറിയാൻ വയ്യ. പിന്നെ ഇവിടെ ഒരു വില്ലേജ്, പിന്നെ ഇവിടെ ഒരു ഫുഡ് ഫാം പോലത്തെ ഒരു സംഭവമാണ്. എന്തൊരു ഫുഡാണെന്ന് അറിയാൻ വയ്യ, നമുക്കൊന്ന് പോയി നോക്കാം. പൊട്ടറ്റോ ആണ് ഇവിടെ ഇപ്പോൾ കൃഷി ചെയ്തിരിക്കുന്ന, പൊട്ടറ്റോ ആണ്. അത്യാവശ്യം നല്ലൊരു ഫുഡ് സോഴ്സ് ആണ് പൊട്ടറ്റോ. കാരണം നമുക്ക് ബേക്ക്ഡ് പൊട്ടറ്റോ ഉണ്ടാക്കി തിന്നാൽ അത്യാവശ്യം 4 ഹങ്കർ അങ്ങാണ്ട് കൂടെ ചെയ്യുമെന്ന് തോന്നുന്നു. അപ്പോൾ ഇവിടെ കുറച്ച് പംകിൻ ഉണ്ട്. ഈ നിൽക്കുന്ന പംകിനാണ് നമുക്ക് പിച്ചിക്കൊണ്ട് പോകണം. കാരണം നമ്മുടെ ബേസിന് അവിടെ ഈ പംകിൻ്റെ ഒരു ആവശ്യമുണ്ട്. അത് നമുക്ക് തൊട്ടടുത്താണ്ട് ജസ്റ്റ് ഒന്ന് എടുത്തോണ്ട് പോയാൽ മതിയായിരിക്കും. പുള്ളിക്കാരനെ പിന്നെ നമ്മൾ ചോദിച്ചാൽ മതി, നല്ല മനസ്സുള്ളവനാണ്, പെട്ടെന്ന് സാധനങ്ങളൊക്കെ തിരയൊക്കെ ചെയ്യും. സോപ്പിട്ടൊന്നുമല്ല സത്യം പറഞ്ഞാൽ. ഇവിടെ കുറച്ച് ക്യാരറ്റും ഉണ്ട്. അപ്പോൾ രണ്ടോളം മിക്സ് ആയിട്ടുള്ള പൊട്ടറ്റോയും ക്യാരറ്റും രണ്ടോളം മിക്സ് ആയിട്ടുള്ളതാണ്. പിന്നെ നമുക്ക് അവൻ്റെ വീട്ടിലോട്ട് പോകുകയാണെങ്കിൽ ഇതിൻ്റെ സൈഡിൽ എന്തോ പരിപാടി ഉണ്ട്, എന്തോ നോക്കട്ടെ. ഒരു ചെറിയ സിറ്റിംഗ് ഏരിയ പോലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ കുറച്ച് റോസാപ്പൂകളുണ്ട്. പിന്നെ ഇവിടെ ഇരിക്കാനുള്ള സ്ഥലം എന്തോ റെഡ് സ്റ്റോൺ ആണോ, റെഡ് സ്റ്റോണും ഉണ്ട്, ലാപ്പിസ് ലസൂഗിയും വെച്ചിട്ടുണ്ട്. വീടിന്റെ പുറത്ത് ഇത്രയൊക്കെ ഉള്ളൂ. ഞാൻ മറ്റേ ഫുള്ള് വീടിന്റെ ആ ഒരു വലിപ്പം ഒന്ന് ഞാൻ കാണിച്ചു തരാം. ഈ അരുവിൽ നിന്ന് വലിപ്പം ഒന്ന് കാണിച്ചു തരാം. അത്യാവശ്യം നല്ല വലിയൊരു വീടാണ്. ഈ വീട് ചെയ്തിരിക്കുന്ന ഓക്ക് വുഡും ഡീപ് സ്ലൈറ്റും കൊണ്ട് ചെയ്തേക്കുന്ന ഒരു വീടാണ്. ഇവിടെ എന്തൊക്കെയോ റെഡ് സ്റ്റോണിന്റെ പരിപാടി വെച്ചിട്ടുണ്ട്. എന്തോ പരിപാടി എന്നറിയാൻ വയ്യ. റെയിലൊക്കെ വെച്ച് എന്തൊക്കെ സെറ്റ് ചെയ്തിരിക്കുകയാണ്. പിന്നെ ഇതിന്റെ പുറത്തോട്ട് നമുക്ക് എന്തൊക്കെയുണ്ടെന്ന് ചെറുതെ ചുറ്റോക്കി വശത്തോട്ട്. പിന്നെ ഇവിടെ കുറച്ച് മോസ് ബ്ലോക്ക് ഇരിപ്പുണ്ട്. നമുക്ക് വേണമെങ്കിൽ ബോൺമീൽ ഫാമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരെണ്ണം എടുത്തോണ്ട് പോയി നമുക്ക് അവിടെ ചെന്ന് ബോൺമീൽ ചെയ്യാം. പിന്നെ ഇവിടെ കുറച്ച് ഷുഗർ കാൻ ഫാം പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ഒത്തിരി ഷുഗർ കെയിൻ ഇവിടെ ഉണ്ട്. നമുക്ക് എന്തെങ്കിലും ആവശ്യം വരുവാന്ന് ഇങ്ങോട്ട് വരാം. പിന്നെ എന്തുവാന്ന് എനിക്ക് അറിയാൻ വയ്യ, മോബ് ഫാം ആണോ അയൺ ഫാം ആണോ എന്തുവാന്ന് എനിക്ക് അറിയാൻ വയ്യ. സംഭവം മോ ഫാം ആണെന്ന് തോന്നുന്നു, എന്തോന്ന് അറിയാൻ വയ്യ. അപ്പോൾ ഇവിടെ ഇത്രയൊക്കെ ഉള്ള കാണാൻ നമുക്ക് ഇനി അടുത്ത ആളുടെ ബേസിലോട്ട് പോവാം. ഞാളുടെ അടുത്തേന്ന് അറിയാൻ വയ്യ. ഞാൻ എക്സ്പ്ലോർ ചെയ്ത് നോക്കുമ്പോൾ അടുത്ത ആളുടെ നോക്കാം. അപ്പോൾ അടുത്ത ആളുടെ ബേസിൽ കാണാം. ഇവിടെ അടുത്തൊരു ബേസ് കിട്ടി, പക്ഷെ ആരുടെയാണെന്ന് അറിയാൻ വയ്യ. നമ്മുടെ സ്പോണിന്റെ അടുത്തുള്ളതാണ്. ഇതാരുടെ ബേസാന്ന് അറിയാൻ വയ്യ. ഒരു മറ്റേ മൗണ്ടൻ ബേസ് പോലെ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ബേസാണ്, ഒരു സർക്കിൾ ഷേപ്പ് ബേസ്. നമുക്ക് സ്റ്റെപ്പ് ഒന്ന് കയറി നോക്കാം, ആരുടെയാണെന്ന് അറിയാൻ വയ്യ. ഈ ബേസിന്റെ ഓർഡർ ഈ വീഡിയോ കാണുന്നുണ്ട് എന്നെ ഒന്ന് അറിയിക്കുക ആരുടെ ബേസാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് അകത്ത് കയറി നോക്കാം. ഈ ഡോറും തുറന്ന് അകത്ത് കയറി നോക്കാം. ഒക്കെ ചെറിയൊരു ബേസാണ്. ഇവിടെ കുറച്ച് ചെസ്റ്റൊക്കെ ഇരിപ്പുണ്ട്. പുറത്തൊരു ചെറിയ റൂം, ഇവിടെ ഫർണസുകൾ കുറെ ഇരിപ്പുണ്ട്, കുക്കിംഗ് ഏരിയ കൂട്ട്. അപ്പോൾ ഇതിന്റെ മുകളിലോട്ട് കയറി എന്തോ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇവിടെ എന്തോ പരിപാടി എന്ന് എനിക്ക് അറിയാൻ വയ്യ. നമുക്ക് ജസ്റ്റ് സ്റ്റെപ്പ് കയറി നോക്കാം. നേരത്തെ ഇവിടെ ഒരു വ്യൂ ഉണ്ട്, നമുക്ക് താഴോട്ട് വില്ലേജ് കാണാൻ പറ്റുന്ന അത്യാവശ്യം നല്ലൊരു വ്യൂ ഉണ്ട്. ഇവിടെ ഒരു സിറ്റിംഗ് ഏരിയ പോലത്തെ. പിന്നെ അവൻ്റെ ഇവിടെ ബെഡ് കിടപ്പുണ്ട്. പിന്നെ ഇവിടെ ഡയമണ്ട് ആർമർ ഇരിപ്പുണ്ട്. പിന്നെ താഴെ ഒരു അക്വോറിയം പോലത്തെ ഒരു സ്ഥലം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്, ഗ്ലാസ് ഒക്കെ വെച്ച്. അത്യാവശ്യം നല്ലൊരു വീട്, എനിക്ക് ഇഷ്ടപ്പെട്ട്. മൗണ്ടൻ ബേസ് പോലെ ഓരോട് ഒതുങ്ങിയിരിക്കും, വലിയ സ്പേസും വേണ്ടാത്ത രീതിയിലാണ് ഈ മൗണ്ടൻ ബേസ് ഒക്കെ ഓൾറെഡി വരുന്നത്. പിന്നെ ഇത് വെച്ചിരിക്കുന്നത് നമ്മുടെ സ്റ്റോൺ ബ്രിക്കിലും എനിക്കൊന്ന് സ്പ്രൂസ് വുഡാന്ന് തോന്നുന്നു, രണ്ടിലുമാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ വീട്. അപ്പോൾ ഇത്രേ ഉള്ള ഈ വീട്ടിൽ. ഇതിൻ്റെ ഓർഡർ ആരാന്ന് എനിക്ക് അറിയാത്തതുകൊണ്ട് ആളെ മെൻഷൻ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ നമുക്ക് അടുത്തൊരു ബേസ് തപ്പി പോകാൻ വേണ്ടി ഞാൻ നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ അടുത്ത ബേസ് എത്തിട്ട് കാണാം. അപ്പോൾ നമ്മൾ പിന്നെ അടുത്തൊരു ബേസ് തപ്പി പിടിച്ചിരിക്കുകയാണ്. ഈ ഒരു ബേസ് എന്ന് പറഞ്ഞാൽ ഒരു ടീം ബേസ് ആണ്. കാരണം 3 പേര് ഒരുമിച്ചുള്ള ഒരു ടീം ബേസ് ആണ് ഈ ഒരു ബേസ്. ഈ ഒരു ബേസ് നമ്മുടെ കൊട്ടൻസിൻ്റെ ആണ്. ഒരു എസ്തെറ്റിക് ആയിട്ടുള്ള രീതി ബിൽഡ് ചെയ്ത അത്യാവശ്യം നൈസ് ആയിട്ടുള്ള ഒരു
വീടാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു, കൊള്ളാം. ഇത് വെച്ചേക്കുന്നത് സ്പ്രൂസ് വുഡിലൊക്കെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഫുള്ള് വീടും സ്പ്രൂസ് വുഡിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടെ കുറച്ച് അത്യാവശ്യം ചെറിയൊരു വീട്, നല്ല റൂമൊക്കെ ഉള്ള ചെറിയൊരു വീട്. ഇത് പറഞ്ഞാൽ ഒരു ടീം ബേസ് ആണ്, കാരണം 3 പേരാണ് ഒരു ടീമിൽ. 3 പേരുടെയും വീട് ഇതിൻ്റെ അടുത്തടുത്തടുത്ത് തന്നെയാണ്. പിന്നെ ഇവിടെ കുറച്ചധികം സംഭവങ്ങളൊക്കെ ഇരിപ്പുണ്ട്. ഇവിടെ ഒരു മൈനിങ് ഏരിയ ആണുള്ളത്. ഈ മൈനിങ് ഏരിയയും ഒരു ബിൽഡ് പോലെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇവിടെ എന്തോ സംഭവം, ഇവിടെ കുറച്ച് ഹേബയിലും സംഭവം എല്ലാം വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു വില്ലേജർ നിൽക്കുന്നു, എനിക്കൊന്ന് ഫുഡിന് വേണ്ടിയിട്ടാണ് ആ വില്ലേജർ അവിടെ നിൽക്കുന്നതെന്ന് തോന്നുന്നു. ഈ ഒരു ഏരിയയിൽ ഇത്രയേ ഉള്ളൂ. പിന്നെ നമുക്ക് ഈ ഒരു ബ്രിഡ്ജ് കടന്ന് അപ്പുറത്തേക്ക് പോകാം. അപ്പുറത്താണ് അടുത്ത ബേസ് ഉള്ളതെന്ന് തോന്നുന്നു. നമുക്ക് അപ്പുറത്തേക്ക് പോകാം. എനിക്ക് തോന്നുന്നു അപ്പുറത്തുള്ള ബേസ് നമ്മുടെ കോങ്കോ ഗെയിമിങ്ങിൻ്റെ ആണെന്ന് തോന്നുന്നു. നമുക്ക് അവൻ്റെ ബേസ് ഇവിടെ നിന്ന് കണ്ടിട്ട് വരാം. ഇവിടെ എന്തൊക്കെ പരിപാടി ഉണ്ടെന്ന് തോന്നുന്നു. നമുക്ക് അവൻ്റെ ബേസും ആ ഒരു സ്പ്രൂസ് വുഡും ഡീപ് സ്ലേറ്റിലുമാണ് ആ ബേസും ചെയ്തിരിക്കുന്നത്. പിന്നെ അതിൻ്റെ മുമ്പിൽ വാട്ടർഫാൾ ഉണ്ട്. പിന്നെ ഇവൻ്റെ നടുക്കൂടെ ഒരു പേ ഉണ്ട് അകത്തോട്ട് പോകാനുള്ള. ഇതും അത്യാവശ്യം നല്ല വലിയൊരു വീടാണ്. ഇതിൻ്റെ ഫ്രണ്ടിൽ കുറച്ച് ഫാമൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്തോ നമുക്ക് നോക്കാം ഈ ഫാം. ഇവിടെ എന്തോ ഇവിടെ ബീട്രൂട്ടാണ്. അപ്പുറത്ത് വീറ്റും ക്യാരറ്റും സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് എൻ്റെ വീട്ടിലോട്ടൊന്ന് കയറി നോക്കാം. ഇന്ത്യയിലൊക്കെ ഒന്ന് നോക്കാം എന്തോ പരിപാടിയെന്ന്. ജസ്റ്റ് ഡോറും തുറന്നാൽ ഇവിടെ കുറച്ച് ഇരിക്കാനും അതുപോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. സീറ്റ് പോലെ സെറ്റ് ചെയ്ത്, ചെയർ പോലെ സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടെ നമുക്കൊരു മോബ് ഫാം കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ എന്തോ ഇവിടെ വലുതായിട്ട് വേറൊന്നുമില്ല. പിന്നെ അപ്പുറത്തൊരു ബേസ് ഉണ്ട്, അത് മറ്റേ ആർക്കിൻ്റെ ആണ് ആ ബേസ്. നമുക്ക് ഈ ബേസ് കൂടെ കണ്ടിട്ട് അടുത്ത ബേസ് തപ്പി പോവാം. ഇപ്പം ഇവിടെ ചെറിയ റിവറുണ്ട്, നമുക്ക് ജസ്റ്റും ചാടി കിടക്കാം. ഇതാണ് നമ്മുടെ ആർക്കിൻ്റെ ബേസ്. ഈ ബ്രിക്ക് കൊണ്ടാണ് വീട് ഫുൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടെ തന്നെ വേറെന്തോ ഫാം, അതാണ് നമ്മൾ നേരത്തെ തന്നെ മോബ് ഫാം ആണെന്ന് തോന്നുന്നു. പിന്നെ നമുക്ക് ജസ്റ്റ് അവൻ്റെ വീടൊന്ന് ജസ്റ്റ് കയറി നോക്കാം. ഇത് ഫുള്ള് റെഡ് തീമാണ്. വീട്ടിൻ്റെ അകത്ത് കയറുന്നതിന് മുമ്പ് നമുക്ക് അവൻ്റെ വീട്ടിൻ്റെ പുറത്ത് നിന്ന് കണ്ടു നോക്കാം. അത്യാവശ്യം നല്ലൊരു വീടാണ്, എനിക്ക് ഇഷ്ടപ്പെട്ട്, കൊള്ളാം. ഇവ കണ്ട പകുതി വീട് എനിക്ക് ഇഷ്ടപ്പെടുന്നത്. എല്ലാവർക്കും നല്ല കഴിവുള്ള പിള്ളേരാണ്, എല്ലാവരും നല്ല കിടിലോട്ടാണ് ഉണ്ടാക്കുന്നത്. നമുക്കിൻ്റെ നോക്കുവാണെങ്കിൽ ഡെക്കറേഷനായിട്ട് നമ്മുടെ ഗ്ലോബറി ഒക്കെ വെച്ചിട്ടുണ്ട്, എനിക്കതൊക്കെ ഇഷ്ടപ്പെട്ടു. താഴെ നമുക്ക് സ്റ്റെയർ കയറുവാണെങ്കിൽ വലുതായിട്ട് ഇവൻ ഒന്നും വെച്ചിട്ടില്ല, ഇവിടെ ഞാൻ വെക്കത്തെ ഉള്ളായിരിക്കും. എന്തോ നമുക്ക് പിന്നെ നോക്കാം. പിന്നെ ഇവിടെ എന്തോ വിൻഡോ ഇല്ല, അത് നമുക്ക് ഇതുവരെ അങ്ങ് ചാടാം. നമുക്ക് ഒന്നുകൂടെ ഇവിടെ ചുറ്റി കറങ്ങിയിട്ട് അടുത്ത ആളുടെ ബേസ് തപ്പിപ്പോവാം. ഇവിടെ 3 പേരുടെ വീട് നമ്മൾ കണ്ടായിരുന്നു. ഈ ടീമിൽ 3 പേരുണ്ട്. ആ 3 പേരുടെ വീട് നമ്മൾ കണ്ടായിരുന്നു. അത്യാവശ്യം എല്ലാവരും നല്ല കിടിലായിട്ടാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതെല്ലാം. പിന്നെ ഈ ഒരു ടീം തന്നെ അടിപൊളിയായിരുന്നു. എനിക്കിവിടെ ടീമിലെ 3 പേരുടെയും ബേസ് ഇഷ്ടപ്പെട്ടു, കാരണം എല്ലാ ബേസും ഒന്നിനൊന്ന് മെച്ചമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. ഇവിടെ പിന്നെ ഇവർ 3 പേര് അത്യാവശ്യം എസ്തെറ്റിക് ആയിട്ടാണ് ഇവിടെ മൊത്തം അലങ്കരിച്ചിരിക്കുന്നതും ചെയ്തിരിക്കുന്നതൊക്കെ. അതിപ്പോൾ രാത്രി ആവാറായിട്ടുണ്ട്, നമുക്ക് കുറച്ച് ബേസ് കൂടെ ഒന്ന് കറങ്ങാനുണ്ട്. അതുകൂടെ കഴിഞ്ഞിട്ട് നമുക്ക് ഈ വീഡിയോ എൻഡ് ചെയ്യാം. പിന്നെ എൻ്റെ ഹൗസിൻ്റെ വീഡിയോ എത്ര പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. ബിൽഡ് തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. മിക്കവാറും അടുത്ത വീട് നമ്മുടെ ബേസിൻ്റെ തന്നെ ആയിരിക്കും. ഇവിടെ അടുത്തായിട്ട് നമ്മൾ പിന്നെ എത്തിക്കുന്ന ഒരു ടീം ബേസ് തന്നെയാണ്. ഇത് നമ്മുടെ C4ൻ്റെ ബേസാണ്, നമ്മുടെ ഈ സെർവർ ഓണറിൻ്റെ. ഇവിടെ ഈ ടീമിൽ നമ്മുടെ ക്യാപ്റ്റിമസും C4 ഗെയിമിംഗ് ആണ് ഉള്ളത്. എനിക്കൊന്ന് ഈ വീട് ക്യാപ്റ്റിമസിന്റെ വീടാന്ന് തോന്നുന്നു. നമുക്കിവിടെ നോക്കി ഇവിടെ ഒരു സൈൻ ബോർഡൊക്കെ ഇരിപ്പുണ്ട്. ഇതിനകത്താണ് ഞാൻ ക്യാപ്റ്റിമസ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. ഈ ഒരു ബിൽഡിൽ നമുക്ക് എസ്തെറ്റിക് കാണാനൊക്കെ, കാരണം ഇവർ ചെയ്തിരിക്കുന്ന ആ ചെയറും ആ ഒരു ക്യാമ്പ് ഫയറും പിന്നെ ഇവിടെയുള്ള ആ ചെറിയുടെ ആ ഒരു ട്രീയും എല്ലാം എനിക്ക് തോന്നുന്നു അപ്പുറത്ത് കാണുന്ന ആ ഒരു ബേസാന്ന് തോന്നുന്നു C4 ഗെയിമിങ്ങിന്റെ ബേസ്. ഈ ബേസ് ഇത്രയേ ഉള്ളൂ. ഇത് പണിഞ്ഞേക്കുന്നത് മറ്റേ സ്പ്രൂസ് വുഡിലാണ്. പിന്നെ നമുക്ക് അപ്പുറത്തോടെ ഒന്ന് പോയി നോക്കാം, നമ്മൾ C4 ഗെയിമിങ്ങിന്റെ ഹൗസിലോട്ടൊന്ന് പോയി നോക്കാം എന്തോ അവിടെ ഉള്ളതെന്നൊക്കെ. നമ്മളെല്ലാ ബേസിലും കോമൺ ആയിട്ട് കാണുന്ന ഒരു സാധനം ഈ ഷുഗർ കെയിനാണ്. അത് ഇവിടെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും ഒന്ന് C4 ഗെയിമിങ്ങിൻ്റെ ഈ ബേസ് കൂടെ കണ്ടിട്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. അപ്പം ഞാൻ പറഞ്ഞ അടുത്ത വീഡിയോ നമ്മുടെ ഹൗസ് ആയിരിക്കും വരാൻ പോകുന്നത്. അത്യാവശ്യം നൈസ് ബിൽഡാണ്, എനിക്കിഷ്ടപ്പെട്ടൊരു ബിൽഡാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടെ കയറുവാന്നേൽ ഈ ഇത് ചെയ്തിരിക്കുന്നത് സ്പ്രൂസ് വുഡിൽ തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഫ്രണ്ടിൽ കുറച്ച് ചെസ്റ്റ് ഒക്കെ ഇരിപ്പുണ്ട്. ഇവിടെ എന്തൊക്കെയോ സൈൻ ബോർഡൊക്കെ ഇരിപ്പുണ്ട്. എന്തോ എനിക്കൊന്ന് ക്യാപ്റ്റിമസ് എഴുതി വെച്ചിട്ടുണ്ട്, സൈൻ ബോർഡ് ഇരിപ്പുണ്ട്. C4 ഗെയിമിംഗ് പ്രോപ്പർട്ടി എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ അങ്ങ് എന്തോ ഒരു സാധനം കാണുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് എൻചാൻറ്റിംഗ് ടേബിളാണെന്ന് തോന്നുന്നു. ഞാൻ C4 ഗെയിമിൻ്റെ വീഡിയോ കണ്ടായിരുന്നു എൻചാൻറ്റിംഗ് ടേബിൾ ഉണ്ടാക്കുന്നത്. നമുക്ക് അങ്ങോട്ടൊന്ന് പോയിട്ട് ഈ വീഡിയോ അവിടെ വെച്ച് തന്നെ എൻഡ് ചെയ്യാം. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളപ്പോൾ ഇവിടെ എൻചാൻറ്റിംഗ് ടേബിൾ കണ്ടു, ഇത്രയും ബേസ് കണ്ടു, ഒത്തിരി ആൾക്കാരുടെ വീട് കണ്ടു, എല്ലാം കയറി ഓരോ സംഭവമൊക്കെ ചെയ്ത് ഒരുപാട് പരിപാടിയൊക്കെ ചെയ്ത് നമുക്ക് എൻചാൻറ്റിംഗ് ടേബിളൊക്കെ ഉണ്ടാക്കണം. ഒത്തിരി പരിപാടിയൊക്കെ ഉണ്ട്. ഇനി ഒത്തിരി പ്രോഗ്രസ് ചെയ്യാൻ കിടപ്പുണ്ട്. നെതർ വരെ ഓപ്പൺ ആയിരുന്നിട്ട് ഞാനൊന്നും ഇവിടെ ആയിട്ടില്ല, ഒരു അയൺ ആർമർ പോലും ആയിട്ടില്ല. എല്ലാം അടുത്ത വീഡിയോ സെറ്റ് ആക്കണം. ഞാൻ ഈ വീടിൻ്റെ പരിപാടി നിന്നിട്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നമ്മൾ ഇത്രയും വീഡിയോ ഉണ്ട്. എല്ലാവർക്കും നന്ദി. അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.